ഹരേ കൃഷ്ണ. ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നഷ്ടപ്രായേഷ്വഭദ്രേഷോ നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ പ്രഥമസ്കന്ധം അതിൽ 13-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രർ വിതുരൻ്റെ ഉപദേശം കേട്ട് അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനചക്ഷുസ്സുണ്ടായി. എന്നിട്ട് ആരോടും പറയാതെ കൊട്ടാരം വിട്ടുപോയി എന്നാണ്. അവിടെ ഗാന്ധാരിയും ധൃതരാഷ്ട്രരുടെ കൂടെ തന്നെ പോയിട്ടുണ്ട്. അതായത് ഗാന്ധാരി ഒരു ഉത്തമ തപസ്വിനിയാണ്. ഏറ്റവും വലിയ ഗുണം, അവിശ്വസനീയമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഗുണം നമ്മൾക്ക് ഗാന്ധാരിയിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു അമ്മ, അതേപോലെ തന്നെ ഒരു പത്നി, തപസ്വിനി, വളരെ ആദർശമുള്ള സ്ത്രീയായിരുന്നു ഗാന്ധാരി എന്നാണ്. അതുകൊണ്ട് ഗാന്ധാരിയുടെ പേര് പ്രത്യേകം ആ സ്വഭാവ വൈശിഷ്ട്യത്തിന് മഹാഭാരതത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നാണ്. ഇവിടെ തൻ്റെ വലിയച്ഛനെയും വലിയമ്മയും കാണാതെ അവർ എവിടെ പോയി? തൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണോ അവർ വിട്ടുപോയത്? തന്നെ വളരെയധികം പ്രത്യേകത ഉണ്ടായിരുന്ന അഭ്യുദയകാംക്ഷിയായിട്ടുള്ള അവർ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ അവർ ഇതെല്ലാം വിട്ടവർ പോയിട്ടുള്ളത്? അവരെങ്ങാനും ഗംഗയിലെങ്ങാനും ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാവോ എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത്. നാരദ മഹർഷി
പറയുന്നു. 41-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ശ്രീനാരദ ഉവാച മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗത് ലോകാഃ സപാലായസ്യമേ വഹന്തി ബലിമേഷിതോ സ സംയുനക്തി ഭൂതാനി സ ഏവ വിയുനക്തി ച മാ കഞ്ചന ശുചഃ രാജൻ യത് ഈശ്വരവശം ജഗത് ലോകാഃ സപാലാഃ യസ്യ ഇമേ വഹന്തി ബലിം ഈഷിതു സഹ സംയുനക്തി ഭൂതാനി സ ഏവ വിയുനക്തി ച. അതായത് നാരദ മഹർഷി പറയുകയാണ്, വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള മഹാരാജാവേ, ധർമ്മപുത്ര മഹാരാജാവേ, ഭഗവാന്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജീവന്മാരും. അതുകൊണ്ട് ഒരിക്കലും ആ ഭഗവാന്റെ കീഴിലാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എല്ലാ ജീവാത്മാക്കളും അവരുടെ അധിപന്മാരായിട്ടുള്ളവരും എല്ലാവരും ഭഗവാന്റെ ആരാധനയിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതും അവരെ യോജിപ്പിക്കുന്നതും പിന്നെ വിട്ടുപിരിയിക്കുന്നതും വേർപെടുത്തുന്നതും ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ്. അതല്ലാതെ നമ്മളുടെ ഇച്ഛയല്ല അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും, ബ്രഹ്മാവ്, മഹാദേവൻ, അതേപോലെയുള്ള യുധിഷ്ഠിര മഹാരാജാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ മുതലായിട്ടുള്ളവർ, പിന്നീട് നമ്മൾ ആധുനികമായിട്ടുള്ള നമ്മളുടെ ഈ ലോകത്തിൽ വന്നിട്ടുള്ള അക്ബർ, നെപ്പോളിയൻ മുതലായിട്ടുള്ള ആ രാജാക്കന്മാർ, പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റു, എല്ലാവരും വാസ്തവത്തിൽ ഭഗവാന്റെ സേവകന്മാരാണ് എന്നാണ്. അപ്പോൾ അവരൊക്കെ ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചതും അതേപോലെ അവിടുന്ന് നീക്കിയിട്ടുള്ളതും ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയത്തിനനുസരിച്ചിട്ടാണ് എന്നാണ് പറയണത്. അതുകൊണ്ട് അങ്ങ് വിഡ്ഢികളായിട്ടുള്ളവർ മാത്രമേ ഭഗവാനില്ല എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സംഭവിച്ചിട്ടുള്ള ഈ കാര്യത്തിനെ കുറിച്ചിട്ട് വിലപിക്കേണ്ട കാര്യമില്ല. ഐശ്വര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രം മുമ്പേ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ധൃതരാഷ്ട്രക്ക് തിരിച്ചു പോവുകയേ വേണ്ടൂ. അപ്പോൾ അത് നല്ല വഴി, അദ്ദേഹത്തിന് വലിയൊരു മഹാഭാഗ്യം കൊണ്ടാണ് വിതുരനെ പോലെ ഉള്ള ഒരു സഹോദരനെ ലഭിച്ചത് എന്നാണ്. അതിനാണ് ഭാഗ്യം ചെയ്യേണ്ടത് എന്നാണ്. പലർക്കും സഹോദരന്മാരുണ്ടാവാറുണ്ട്. ഗുരുനാഥൻ പറയാറുണ്ട്, സഹോദരന്മാരുണ്ടാവാറുണ്ട്. തൻ്റെ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ തൻ്റെ അനിയനെ അപകടത്തിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരുണ്ടാവാറുണ്ട്. എന്നാൽ വിതുരനെപ്പോലുള്ള ഒരു സഹോദരൻ ഉണ്ടായതുകൊണ്ട് ധൃതരാഷ്ട്രർ രക്ഷപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ആണ് ഒരു വ്യക്തി അവനവൻ ചെയ്തിട്ടുള്ള പൂർവജന്മത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കർമ്മങ്ങൾക്കനുസരിച്ച് അനുഭവങ്ങൾ വരുന്നു എന്നാണ്. നിയന്ത്രിക്കാൻ അത് അവനവൻ ലഭിച്ചിട്ടുള്ള ഈ ഒരു ശരീരം, ആ ശരീരത്തിനെ നമ്മൾ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വരപ്രാപ്തി എന്നുള്ളതാണ്. അപ്പോൾ വേദനിർദ്ദേശങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്തിനാണ്? നമ്മൾക്ക് ഉന്നതമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 42-ാമത്തെ ശ്ലോകം. യഥാ ഗാവോ നസി പ്രോക്ത തന്ത്യാം ബദ്ധാ സ്വദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധ വഹന്തി ബലിമേഷിതു. യഥാ ഗാവഃ നസി പ്രോതാഃ തന്ത്യാം ബദ്ധാ സ്വദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധ വഹന്തി ബലിം ഈഷിതു. അതായത് എങ്ങനെയാണോ ഒരു പശു അല്ലെങ്കിൽ കാള മൂക്ക് കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, മൂക്ക് കയറുകൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞാൽ അത് നിയന്ത്രണത്തിൻ്റെ കീഴിലായി എന്നാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ മനുഷ്യർ എല്ലാവരും വിധി നിഷേധങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. വേദങ്ങളിലുള്ള വിധി നിഷേധങ്ങൾ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ള വിധി നിഷേധങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭഗവാന്റെ ആജ്ഞകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ് എന്നാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത്. മനുഷ്യനും മൃഗവും പക്ഷിയും ഇതെല്ലാം സ്വതന്ത്രരാണ് എന്ന് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ സ്വതന്ത്രമല്ല. ഭഗവാന്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് എല്ലാം സഞ്ചരിക്കുന്നത്. ഒരു കാളവണ്ടി എങ്ങനെയാണോ സഞ്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുതിരവണ്ടിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കുതിരവണ്ടിയിൽ ഇരിക്കുന്ന ആളതിനെ നിയന്ത്രിക്കും. അപ്പോൾ കുതിര അല്ലെങ്കിൽ കാള എവിടെ നിൽക്കണം എന്നുള്ളത്, എന്ത് കഴിക്കണം എന്നുള്ളത്, ഏത് സമയത്ത് സഞ്ചരിക്കണം, എപ്പോൾ വിശ്രമിക്കണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കാൻ കാളവണ്ടിക്കാരനാണ്. അതേപോലെ ആണ് ഭഗവാൻ ഓരോ ജീവനെയും വേദത്തിലെ വിധി നിഷേധങ്ങളിൽ കൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു നിയമനിർമ്മാണം കൊണ്ട് അതിനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്നാണ്. എന്നാൽ നേതാക്കന്മാരായിട്ടുള്ളവർ, അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയും, അവരൊക്കെ ഈ ഭഗവാനോടുള്ള ഒരു അടുപ്പം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബോധം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിയമനിർമ്മാണ സഭയുടെ ആവശ്യം തന്നെ ഇല്ല എന്നാണ്. പരിപൂർണനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ധർമ്മസംഹിതയിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ജീവാത്മാക്കളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ്? ഭഗവാന്റെ സേവനം എന്നുള്ളതാണ്. ഇങ്ങനെ ആ ഭഗവാനെ ആ മുക്ത അവസ്ഥയിലാണ് അങ്ങനെ ഒരു പ്രേമത്തോടു കൂടി ഭഗവാനെ സേവിക്കാനായിട്ട് ഒരു ജീവന് സാധിക്കുന്നത് എന്നാണ് ഇവിടെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീല പ്രഭുപാദർ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 43. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡതു സ്യാദാം തഥൈവേഷേച്ഛയാ നൃണാം. യഥാ ക്രീഡ ഉപസ്കരാണാം സംയോഗ വിഗമൗ ഇഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥാ ഏവ ഈശ ഇച്ഛയാ നൃണാം. അതായത് ഒരു കുട്ടി കളിക്കുന്ന സമയത്ത് അതിന് കളിപ്പാട്ടങ്ങളൊക്കെ ഒന്നിച്ച് കൂട്ടിയിടും. ഇടയ്ക്ക് അതെല്ലാം വേർപെടുത്തിയിടും. അപ്പോൾ അതേപോലെ ആണ് അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രവൃത്തികൾ നമ്മളെ വിനോദിക്കാനുള്ള വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ എന്നാണ്. അത് ഒന്നിച്ച് ചേർത്ത് വയ്ക്കും. ചിലപ്പോൾ അത് ആ സൗകര്യങ്ങൾ, ആ വസ്തുക്കളെല്ലാം പെട്ടെന്ന് വിതറിയിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വേർപെടുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചു കൊണ്ടാണ് മനുഷ്യർ ഒന്നിച്ചു ചേരുന്നത്, അതേപോലെ അവർ വേർപിരിയുന്നത്. അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. നാരദ മഹർഷി പറയുകയാണ്. അപ്പോൾ ചിലർ ജനിക്കുന്ന സമയത്ത് ചില സമ്പന്നന്മാരായിട്ടുള്ള അതിസമ്പന്നന്മാരായിട്ടുള്ളവർ ജനിക്കും. ജനിക്കുന്ന സമയത്ത് അവർക്ക് കുട്ടികളുണ്ടാവും. ആ കുട്ടികളൊക്കെ ഒരു ദുഃഖങ്ങളും വളരെ സുഖം അനുഭവിച്ചുകൊണ്ടാണ് അവർ വായിൽ വല്യക്കാരൻ്റെ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്നത്. അതേപോലെ അവർ സുഖമായ ജീവിതമായിരിക്കും നയിക്കുന്നത് എന്നാണ്. എന്നാൽ ദരിദ്രൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ദരിദ്രൻ്റെ അവസ്ഥയിലും അവർ ഒരു ദരിദ്രൻ്റെ ഗൃഹത്തിൽ കുഞ്ഞുണ്ടായാൽ അത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഒന്നിച്ചു ചേരുന്നതിലോ, ദരിദ്രനായിട്ടുള്ള ആൾക്കൊരു കുഞ്ഞുണ്ടായ ദാരിദ്ര്യം അനുഭവിക്കുന്നതിലോ
അതേപോലെ സമ്പന്നനായിട്ടുള്ള കുഞ്ഞിൻ്റെ അതിലുള്ള ഐശ്വര്യങ്ങൾ സുഖങ്ങൾ അനുഭവിക്കുന്ന ആ ആ സമയത്തോ ഇതൊന്നും സ്വയം നിയന്ത്രണത്തിലല്ല, പൂർവ്വജന്മത്തെ കർമ്മങ്ങളുടെ നിയന്ത്രണത്തിലാണ്. കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുന്നത്, അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ്. ചില സമയത്ത് പ്രത്യേക ആ സന്ദർഭങ്ങളിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അതിനുള്ള ഫലങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നു. കാരണം എന്താണ്? അവർക്ക് മാറ്റം ഉണ്ടാവാൻ കാരണം അവർ ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ ശരണാഗതി പ്രാപിച്ച് ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ഇത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടേറെ ആളുകൾക്ക് ഒരിക്കലും സാധ്യമാവാത്ത കാര്യങ്ങൾ സാധിക്കാറുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവർക്ക് സാധിക്കാറുണ്ട്. അത്ഭുതകരമാണ്. ശ്രീല പ്രഭുപാദരുടെയൊക്കെ കഥ വളരെ അത്ഭുതകരമാണ്. കാരണം ഹരേ കൃഷ്ണ ഈ മഹാമന്ത്രം കൊണ്ട്, അതേപോലെ ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത ഇതിൻ്റെ ആശയങ്ങളെ കൊണ്ട് ലോകത്തിനെ മുഴുവൻ പരിവർത്തനം ചെയ്യാൻ അവിടത്തേക്ക് സാധിച്ചു. ഒരേ ഒരു വ്യക്തി വിചാരിച്ചിട്ട് അവിടത്തേക്ക് സാധിച്ചു. അതാണ് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് സാധിക്കും. അത് ഭഗവാന്റെ സങ്കല്പം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഭഗവാന് റിയാക്ഷനും വരുന്നില്ല. കാരണം ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ സ്വയം പ്രകാശിക്കുന്ന ആളാണ്. ഭഗവാൻ സർവജ്ഞനും ഭഗവാൻ തന്നെയാണ് എന്നാണ്. അപ്പോൾ എന്നിട്ട് നാരദ മഹർഷി വീണ്ടും പറയുന്നു, യന്മന്യസേ ധ്രുവം ലോകമധ്യവം വാന ചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. യൽ മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ ന ച ഉഭയം സർവഥാ ന ഹി ശോച്യാഹ തേ സ്നേഹാദ് അന്യത്ര മോഹജാത്. അതായത് ഈ ആത്മാവിനെ ശാശ്വതമായുള്ള തത്വമായിട്ടോ നശ്വരമായ ശരീരമായിട്ടോ അതേപോലെ എല്ലാം ഒന്നിച്ച് നിലകൊള്ളുന്ന ഈ സത്യത്തിൽ എല്ലാം നിലകൊള്ളുന്നതായിട്ടോ അതേപോലെ എല്ലാ ഭൗതിക ഘടകങ്ങളെയും ആത്മാവിന് വിശദീകരിക്കാനാവാത്ത ഏകീകരണമായോ കരുതുന്ന ഒരു സാഹചര്യത്തിലും വിരഹവികാരങ്ങൾ അത് എന്താണ് ഈ വിരഹം എന്നുള്ളത്? ഇതെല്ലാം മിഥ്യയായിട്ടുള്ള സ്നേഹം കാരണമാണ്. ഭൗതിക വസ്തുക്കളോടുള്ള മിഥ്യയായിട്ടുള്ള സ്നേഹം കാരണമാണ് ഈ സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവാത്മാവിൻ്റെ വ്യവസ്ഥ ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്നും ഭഗവാനിലേക്ക് ലയിക്കുമെന്ന് പറയുന്നവർ, ആത്മാവിൽ വിശ്വസിക്കാത്തവർ, പിന്നെ ഭഗവാന്റെ ഒരു ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട്, അത് മാത്രമാണ് ഭഗവാനെന്ന് വിശ്വസിക്കുന്നത് പല വിധത്തിലുള്ള ആളുകളും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഉറപ്പിക്കാം, അതായത് ഭഗവാന്റെ ശക്തിയുടെ കരുത്തിനെ നിയന്ത്രിക്കാൻ നമ്മൾ എല്ലാവരും അസാധ്യരാണ്. ഭഗവാന്റെ ശക്തിയെ സങ്കല്പത്തിനെ മറികടക്കാൻ നമ്മൾക്ക് പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് എല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന്, വിലപിക്കേണ്ട കാര്യവുമില്ല അങ്ങക്ക് എന്ന് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. തസ്മാജഹ്യംഗവൈക്ലവ്യമജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണാവസ്തേരംസ്തേ ച മാം വിനാ. തസ്മാത് ജഹി അംഗവൈക്ലവ്യം അജ്ഞാനകൃതം ആത്മനഃ കഥം തു അനാഥാഃ കൃപണാഃ വർത്തേരൻ തേ ച മാം വിനാ. അപ്പോൾ അങ്ങ് ആലോചിക്കുന്നത് എന്താ? വാസ്തവത്തിൽ
അങ്ങ് ഞാനില്ലാതെ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് അങ്ങ് വിചാരിക്കുന്നത്. ഞാനില്ലാതെ എങ്ങനെ ആ പ്രായമായിട്ടുള്ള വല്യച്ഛനും വല്യമ്മയും ഒക്കെ ജീവിക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നു. വാസ്തവത്തിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. നമ്മൾ വിചാരിക്കാറുണ്ട് ഇതേപോലെ, ഞാനില്ലാതെ എങ്ങനെയാണ് മറ്റുള്ളവർ കുടുംബത്തിലുള്ളവരൊക്കെ ജീവിക്കുക എന്ന് വിചാരിക്കാറുണ്ട്. ഏറ്റവും വലിയ തെറ്റാണ്. കാരണം എല്ലാവരും ഭഗവാൻ നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് നമ്മൾ വിചാരിച്ചാൽ ഒന്നിനെ നിയന്ത്രിക്കാൻ ഇതൊന്നും സാധിക്കില്ല എന്നുള്ളത് ഇപ്പോൾ അങ്ങ് ആലോചിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ അജ്ഞത കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തോന്നൽ അങ്ങേക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ തോന്നൽ തന്നെ ഉപേക്ഷിക്കുക എന്നാണ്. ഭഗവാനെ ഭൂതഭൃത് എന്ന് ഭഗവാനെ പറയുന്നു. അതായത് സകല ജീവജാലങ്ങളെയും വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും ഭഗവാന് വളരെയധികം കഴിവുണ്ട്, പ്രഭാവമുണ്ട്. അതുകൊണ്ട് ഭഗവാനെ ഭൂതഭൃത് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാ സേവനങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ്. ഭഗവാൻ എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാൻ ഭഗവാന് കഴിവുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതിനെ വ്യക്തമായിട്ട് അടുത്ത ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ സേവിക്കുന്നു, നമ്മൾ വേറൊന്നും ചെയ്യണ്ടേ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവനവന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. കാരണം എന്താണ്? ഭഗവാൻ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ വെച്ചിട്ട് അല്ലാതെ നമ്മൾ ഭഗവത് സേവ ചെയ്തല്ലാതെ നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആ ഭഗവാന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർക്ക് കടമകളെല്ലാം നിർവഹിക്കാം എന്നാണ്. എന്നാൽ അതുകൊണ്ട് ഭഗവാന് അങ്ങനെയുള്ള എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 46-ാമത്തെ ശ്ലോകം. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാസ്തു ഗോപായേൽ ഗ്രഹ സർപ്പഗ്രസ്തോ യഥാപരം. കാലകർമ്മ ഗുണ അധീനഃ ദേഹഃ അയം പാഞ്ചഭൗതികഃ കഥം അന്യാൻ തു ഗോപായേൽ സർപ്പഗ്രസ്ത യഥാ പരം. അതായത് ഈ ശരീരം നമ്മളുടെ ശരീരം തന്നെ കാലത്തിനും കർമ്മത്തിനും ഗുണത്തിനും അതീതമാണ്. നമ്മളുടെ നിയന്ത്രണം അതിലില്ല, നമുക്ക് സാധിക്കില്ല. ഇത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയത്. പാഞ്ചഭൗതികമായിട്ടുള്ള ഈ ശരീരം ഇത് കാലത്തിനും കർമ്മത്തിനും ഗുണത്തിനും അധീനമായിട്ട് അതിൻ്റെയൊക്കെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഒരു പാമ്പിൻ്റെ വായയിൽ പെട്ടുപോയിട്ടുള്ള ഒരു തവള അത് ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ ഇതിനെന്താ അർത്ഥമുള്ളത്? പാമ്പിൻ്റെ വായയിൽ തവള ഇരിക്കുകയാണ്, ആ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക തവളയെ. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോളൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് ആ തവള പറഞ്ഞു കഴിഞ്ഞാൽ തവളയുടെ ജീവിതം അപകടമാണ്. ഇതേപോലെയാണ് ഒരു വ്യക്തി ഒരാളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ, ഞാനില്ലാതെ അവരെങ്ങനെ ജീവിക്കും? ഈ പറയുന്നവർ തന്നെ കാലത്തിന് അധീനമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് സ്വയം അവനവനെ രക്ഷിക്കാൻ കഴിവില്ലാത്തവർ പിന്നെ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് വിലപിക്കും. നാരദ മഹർഷി ചോദിക്കുകയാണ്. ഒരു പരിധി വരെ, അതായത് സത്വഗുണത്തിൽ അധിഷ്ഠിതനായിട്ടുള്ള ഒരാൾക്ക് ഒരു പരിധി വരെ ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരു സജ്ജനത്തിന് സാധിക്കും എന്നാണ്. ഇപ്പോൾ ഭൂരിപക്ഷം ഭരണാധികാരികളും അവരൊക്കെ അജ്ഞാനം ഉള്ളവരാണ്. അതായത് രജോ ഗുണം തമോ ഗുണം അതാണ് അവരിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾക്കും ഒരു നന്മയും ചെയ്യില്ല. കാലത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഭൗതിക പ്രകൃതിയിൽ മാറ്റങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഒരു പാമ്പിൻ്റെ ദംശനമേറ്റ് രക്ഷിക്കുക എന്ന കാലസർപ്പത്തിൻ്റെ ദംശനം കൊടിയ വിഷമുള്ള മാരകമായിട്ടുള്ള സർപ്പത്തിനോടാണ് കാലത്തിനെ ഉപമിച്ചിരിക്കുന്നത്.
അപ്പോൾ ഒരു മൂർഖൻ പാമ്പ് കടിച്ചിട്ട് ബോധം കെട്ടുകിടക്കുന്ന ഒരാളെ രക്ഷിക്കുക വളരെ പ്രയാസമാണ് എന്നാണ്. ഇതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉപായം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഉത്തമമായിട്ടുള്ള ഉപായം എന്താണ്? വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാമേകം ശരണം വ്രജ, ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകോപകാരങ്ങളായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ പരിപൂർണമായ പദ്ധതി എല്ലാവരും ലോകത്തിലെവിടെനീളം അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ വ്യാപൃതരായിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തമോപായം അത് തന്നെയാണ്. ഇത് മാത്രമാണ്, അതായത് ഭഗവാൻ പറഞ്ഞ ഭഗവാന്റെ വാക്കുകൾ അത് നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിന് മാത്രമേ മായയുടെ നിയന്ത്രണത്തിൽ നിന്നും അവനെ രക്ഷിക്കാനായിട്ട് കാലത്തിൻ്റെ കർമ്മം ഗുണം ഇതിൽ നിന്നും രക്ഷണം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയെ, ഭഗവാന്റെ ഉപദേശങ്ങളെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നാരദ മഹർഷി സ്വന്തം വാക്കുകളിൽ കൂടെ അത് പറയുന്നത്. ഇവിടെ 47-ാമത്തെ ശ്ലോകം, അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. അഹസ്താനി കൈകളില്ലാത്തവർ, സഹസ്താനാം ഉള്ളവർക്ക്, അപദാനി പാദങ്ങളില്ലാത്തവർ, ചതുഷ്പദാം 4 കാലുള്ളവർക്ക്, ഫൽഗൂനി ഏറ്റവും ചെറുത്, ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം എന്നാണ്. അതായത് കൈകളില്ലാത്തവർ കൈകളുള്ളവർക്ക് ഭക്ഷണമായിട്ട് മാറുന്നു, കാലുകളില്ലാത്തവർ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറുന്നു എന്നാണ്. അതേപോലെ ദുർബലരെ കരുത്തന്മാർ ചൂഷണം ചെയ്യും, ഒരു ജീവി മറ്റൊന്നിന് ആഹാരമാകുന്നു എന്നാണ് സാമാന്യ ആഹാര ശൃംഖല എന്ന് പറയും. അതിനുള്ള നിയമം അതാണ്. അത് ഒരു ജീവി മറ്റുള്ള ജീവികൾക്ക് ആഹാരമാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിയെ ആഹാരം കഴിച്ചോളണം എന്ന് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല എന്നാണ്. അപ്പോൾ ഉപജീവനത്തിനായിട്ട് ഒരു മനുഷ്യൻ മറ്റ് ജീവികളെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ നിയമവും ഉണ്ട്, അതനുസരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. മനുഷ്യനെ കഴിക്കാനായിട്ട് നമ്മൾ മനുഷ്യൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് ലക്ഷ്യപ്രാപ്തിയുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള അതിനാണ് നമ്മളുടെ ഈ മനുഷ്യശരീരം തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ആത്മസാക്ഷാത്കാരം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ആദ്യം എന്താ വേണ്ടത്? ഭഗവാന് സമർപ്പിക്കാത്ത ഒരു വസ്തുവും നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ള ഒരു നിഷ്ഠ വയ്ക്കുക എന്നാണ്. പച്ചക്കറികൾ, ഫലമൂലാദികൾ, ഇലകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ ഇതെല്ലാം ഭഗവാൻ ഭക്തന്മാരിൽ നിന്നും സ്വീകരിക്കുന്നു. ഭഗവാൻ അതിൽ അങ്ങനെ ഭഗവാൻ നിവേദിച്ചിട്ടുള്ള പ്രസാദം നമ്മൾ സേവിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വിധത്തിലുള്ള നമ്മളുടെ ദുരിതങ്ങളും ഇല്ലാതായിത്തീരുന്നു എന്നാണ്. മാംസഭോജനം പരിചയമായിട്ടുള്ളവർക്ക് പോലും അവർക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ഭഗവാൻ നിവേദിച്ചിട്ടുള്ള ആ പ്രസാദം സേവിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന് പോലും മാറ്റം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ കരുത്തരായിട്ടുള്ള ആ കരുത്തരായിട്ടുള്ള അവരുടെ ജീവിതവൃത്തി എങ്ങനെയാണ്? ദുർബലന്മാരായിട്ടുള്ളവർ എന്നാണ്. അവരിൽ കൂടെയാണ് കരുത്തുള്ളവർ ജീവിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയായാലും ഏത് സ്ഥലത്തായാലും ഏത് ജീവിക്കായാലും ആഹാരം കഴിക്കാതെ നിവൃത്തിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വനത്തിൽ പോയി, അപ്പോൾ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും വിജയൻ്റെ കൂടെ വനത്തിലേക്ക് പോയി അവരെങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള സൗകര്യങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. വനത്തിലുണ്ട്, ഫലമൂലങ്ങളുണ്ട്, ധാരാളം പഴങ്ങൾ കിട്ടും, ധാരാളം വേരുകൾ, കഴിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ധാരാളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജലം ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കും, എങ്ങനെ വിശപ്പ് അവർക്കുണ്ടാവില്ല, അതൊന്നും അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. സുലഭമായിട്ട് ധാരാളം വസ്തുക്കൾ അവിടെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു സമാധാനപരമായിട്ടുള്ള ജീവിതം എങ്ങനെ സാധിക്കുക? ഭഗവാന്റെ ലോകത്ത് എങ്ങും ഈശ്വര ചിന്തകളിൽ കൂടെ മാത്രമേ
നമ്മൾക്ക് ഈ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥ സാധിക്കുള്ളൂ എന്നാണ്. രാമരാജ്യം വരിക എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. രാമനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മാർഗത്തിൽ കൂടെ സമാധാനപരമായിട്ടുള്ള ജീവിതം സാധിക്കും എന്ന് നാരദ മഹർഷി ഉപദേശിക്കുന്നു. അല്ലാതെ അങ്ങ് ആ കാലത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ വല്യച്ഛനും വല്യമ്മയും കഷ്ടപ്പെടുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ഏത് ഈശ്വരവശം ജഗൽ, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം, അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് നാരദ മഹർഷി പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് പറയാനും സമർപ്പിക്കാൻ സാധിച്ചു. ശ്രീല പ്രഭുപാദയുടെ ഇങ്ങനൊരു വ്യാഖ്യാനം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ശ്രീമദ് ഭാഗവതത്തിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാനോ പഠിക്കാനോ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും ഇത് സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.